നമുക്കൊപ്പം ഒരു യുവ വ്യവസായിയുണ്ട്, അനുജ ബഷീർ, ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഫൗണ്ടർ ഓർ കോ ഫൗണ്ടർ ഓഫ് ഫ്ലെക്സി ക്ലൗഡ് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്. അനുജ, ഹായ് അനുജ. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയുണ്ട് ബഡ്ജറ്റ്? ഒരു ഫീൽ ഗുഡ് ബഡ്ജറ്റ് ആണോ അതോ ഫീൽ ടെൻസ്ഡ് ബഡ്ജറ്റ് ആണോ? കൺഫ്യൂസ്ഡ് ബഡ്ജറ്റ്, യെസ്. ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് അല്ല. ഒരിക്കലും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് റിയൽ ഫൗണ്ടേഴ്സ് ഡോണ്ട് ടേക്സ് ഷോർട്ട് കട്ട്സ്. അവർക്ക് വേണ്ടത് വ്യക്തതയും സ്ഥിരതയുമാണ്. ഇപ്പോൾ വ്യക്തത എന്ന് പറയുന്നത് ക്ലാരിറ്റി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഡൈവേഴ്സ് ഡിഫറെൻ്റ്ലി ഏബിളിന് 250 crores പറഞ്ഞു, ഷീ വർക്ക് സ്പേസിന് 40 crore പറഞ്ഞു, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് FOF ഫണ്ട് ഓൾമോസ്റ്റ് 3 to 10 crores പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ഇപ്പം തന്നേക്കുന്ന മാൻഡേറ്റാണ് ഇതെല്ലാം. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും വലിയ. അത് പലരും ഇവിടെ ഡിസ്കസ് ചെയ്തു. ഈ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക? വി ക്യാൻ ഓൺലി സീ ആഫ്റ്റർ എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. ഇവിടെ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നമ്പർ ഓഫ് ഗ്രോത്ത് ഓഫ് സ്റ്റാർട്ടപ്സ് ഇറ്റ് ഹസ് സെഡ് ദാറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് ഗ്രോ ചെയ്തെന്ന്. ദ ഫാക്ട് ഇസ് ദാറ്റ് ഒരു വലിയൊരു ബീങ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ, ഐ മൈസെൽഫ് ഹവ് ഗോൺ ത്രൂ 3 സ്റ്റാർട്ടപ്പ് ഫെയിലിയേഴ്സ്. എന്നിട്ടാണ് ഞാൻ പിന്നീട് മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്പ്സ് ഉണ്ടാക്കിയത്. ഇവിടെ അപ്പോൾ സ്റ്റാർട്ടപ്പ് ഫെയിൽ ചെയ്യുന്നൊരു കാരണമുണ്ട്. കാരണം ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോസിസ്റ്റം ഐഡിയേഷൻ സ്റ്റേജിലും അതുപോലെ തന്നെ ട്രാക്ഷൻ സ്റ്റേജിലും ഭയങ്കര സപ്പോർട്ടീവാണ്. സ്കെയിലബിലിറ്റി ആകുമ്പോൾ പറയും ഇവിടുന്ന് വിട്ടുപോയിക്കോളാൻ പറയും. അത് അങ്ങനെ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഗവൺമെൻറ് അജൻഡാസ് ഓർ സംതിങ് ആർ ഇക്കോസിസ്റ്റം ഇല്ല. അതിൽ ചേഞ്ച് ഉണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ചേഞ്ച് ഉണ്ട്. പക്ഷേ എന്നാലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് മെൻറ്റേഴ്സും എക്സ്പേർട്സും വേണം. അവരുണ്ടെങ്കിൽ മാത്രമേ ഈ ഫൗണ്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന ആ പ്രൊഡക്റ്റോ സർവീസോ വാട്ടെവർ ഇസ് ഇറ്റ് അതിനെ ഒന്ന് വളർത്താൻ പറ്റുള്ളൂ. ഇവിടെ അതൊരു കാര്യമാണ്. അപ്പം ഇവിടെ പറഞ്ഞു, പ്രോജക്റ്റിൽ പറഞ്ഞു മെൻറ്റേഴ്സ് ആൻഡ് എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ അതിന് എത്രയാണ് ബഡ്ജറ്റ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. കൂടുതലും മെൻറ്റേഴ്സ് പ്രോബോണോ ആണ്, അല്ലെങ്കിൽ വളരെ തുച്ഛമായ സംഖ്യയിലാണ് അവർ വരുന്നത്. എക്സ്പേർട്സിനെ ഹൈ ക്വാളിറ്റി എക്സ്പേർട്സിനെ വിളിക്കാനുള്ള ബഡ്ജറ്റ് പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ അതൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഷീ വർക്ക് സ്പേസിൻ്റെ 40 കോടിയുടെ കാര്യം പറഞ്ഞു. വിമൻ മിക്കവാറും പാഷൻ പ്രോണേഴ്സാണ്, ഓൺടർപ്രണേഴ്സ് അല്ല. പാഷൻ പ്രോണേഴ്സ് അവർ ഓൺടർപ്രണർ ആവുന്ന ജേർണി ഭയങ്കര ആ സ്ട്രക്ചറിങ് വരുന്നത് എക്സ്പേർട്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് വരുമ്പോഴാണ്. അവിടെയും ഈ പറയുന്ന പോലെ കുറേ ഫണ്ട് ഡൈല്യൂട്ട് ചെയ്യുന്നതല്ലാതെ ഇതിൻ്റെ അനാലിസിസ് ഒരു സിസ്റ്റവും എടുക്കുന്നില്ല. ഇതിൻ്റെ മോണിറ്ററിങ് ഒരു സിസ്റ്റവും എടുക്കുന്നില്ല. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് നോട്ട് ദെയർ, കേരള ഇസ് എ വെൻഡർ മാർക്കറ്റ്, നോട്ട് എ ബ്രാൻഡ് മാർക്കറ്റ്. ഞാനത് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ രീതിയിൽ, ബിക്കോസ് ഞാൻ മറ്റ് പല ഇക്കോസിസ്റ്റത്തിൻ്റെയും സ്റ്റാർട്ടപ്പ് മെൻറ്ററാണ്. ഞാനിവിടെ കണ്ടിട്ടുള്ളൊരു കാര്യം, ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് സംബഡി എൽസ്. ഇവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അഡ്വേഴ്സിറ്റീസിലും അട്രോസിറ്റീസിലും വളരുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ്. പക്ഷേ നമ്മുടെ ഈക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മോണിറ്ററിങ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ പറയുന്ന ബഡ്ജറ്റിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കൗണ്ട് ചെയ്ത ഫണ്ടിൽ തന്നെ ഈ 1350 ഈ 400-500 crores തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ ബേസിക് ഞാൻ കുറച്ചേ നോട്ട് ചെയ്തിട്ടുള്ളൂ. ആ നോട്ട് ചെയ്തതിൽ ഞാൻ മനസ്സിലാക്കി വരാം, ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് ക്വാളിറ്റി സ്റ്റാർട്ടപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇഫ് യു ക്യാൻ ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് credibility, authenticity or facts, because startups എപ്പോഴും ഫാക്ട്സിലാണ് പോകുന്നത്, അല്ലാതെ വാല്യുവേഷനും നമ്പേഴ്സും ഒന്നും എടുത്തിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഇന്നോവേഷൻ ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? പൈസ ഉണ്ടാക്കി ഇത്രയും പേരെ വളർത്താൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, സ്കിൽ അക്കാഡമിയുടെ കാര്യം പറഞ്ഞായിരുന്നു. ദേ വർ സ്പീക്കിംഗ് അബൌട്ട് ടാലൻറ്റ് റെഡി കേരളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എംപ്ലോയീസ് ഇല്ലാതെ എങ്ങനെയാണ് എംപ്ലോയറിന് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്? ആ ടീം വർക്ക് ചെയ്യണമല്ലോ. അതിനും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്കിൽ എംപ്ലോയീസിനാണ് പറയുന്നത്. വാട്ട് അബൌട്ട് CXOs? ഈ CXOസിന് ആര് ട്രെയിനിങ് കൊടുക്കും? ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സിന് അവർക്കറിയാവുന്ന കാര്യം അവർക്കറിയുള്ളൂ, അവർക്കറിയാത്ത കാര്യങ്ങൾ അവർക്കറിയത്തില്ല. അപ്പോൾ അതാര് കൊടുക്കും? അതിന് എവിടുന്ന് ഫണ്ട് വരും? ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. ദർ ഇസ് നോ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ദാറ്റ്, ദർ ഇസ് നോ നമ്പേഴ്സ് ഓൺ ദാറ്റ്. അത് ക്ലാരിറ്റിയോടെ പറയുന്നു. കേവലം കുറച്ച് ഫണ്ടിങ്ങിനെ മാറ്റി വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമേ നടക്കത്തില്ല. ഒരിക്കലും ആദ്യത്തെ കാര്യം, ഒരിക്കലും ഫണ്ടിങ് കൊണ്ട് ഒരിക്കലും സ്റ്റാർട്ടപ്പുകളല്ല. ഈ ഫണ്ട് പര്യാപ്തവുമല്ല. ഇറ്റ്സ് നോട്ട് ഒരിക്കലും പര്യാപ്തമല്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ KCMലെ ഫണ്ട് ഒരു സ്കെയിലപ്പ് സ്റ്റാർട്ടപ്പിന് കൊടുക്കുന്നത് 15 ലക്ഷം രൂപ, അതും 3 ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത്. ആ സമയം വരുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുമോ? അരുൺ, ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ സർക്കാർ വലിയ അംബീഷ്യസ് ആണ്. ഇപ്പോൾ ദാവൂസിൽ പോയി 1,18,000-ലധികം സ്റ്റാർട്ടപ്പ് വെഞ്ചറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ സർക്കാരിന് കിട്ടിയെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു. ശരിയുമായിരിക്കാം, അത് അഭിമാനകരമായ കാര്യമാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോയി സ്റ്റാർട്ടപ്പ് സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവിടെ അനുജ പറയുന്നൊരു ഫാക്ടറാണ്. ഇവിടെ സാമൂഹ്യ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, ഇത് മൂന്നും വേണം സ്റ്റാർട്ടപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. ഈ കഴിഞ്ഞ 10 വർഷമായി സ്റ്റാർട്ടപ്പിൻ്റെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവ്
അതുപോലെ സ്റ്റാർട്ടപ്പ് നിലനിന്നു പോകുന്നതും അത് വിജയത്തിലെത്തുന്നതും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ബജറ്റ് നിർദ്ദേശമെല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ബഹുദൂരം നമ്മൾ മുന്നേറിയിരിക്കുന്നു എന്ന് തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, എന്നാൽ വൻകിട സംരംഭകരടക്കം അഭിപ്രായം കൃത്യമായി പറഞ്ഞു. ഇപ്പോൾ ഉപഗ്രഹം വിടും, ആ ഉപഗ്രഹത്തിലെ പ്രധാനപ്പെട്ട പാർട്സ് വരെ ഈ കേരളത്തിൽ നിർമ്മിക്കുന്നു. കേരളത്തിലെ FSO ടെക്നോളജി എറണാകുളത്തെ പല സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു വന്നു. ഏറ്റവും കൂടുതൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയും സംരംഭവും ഈ കേരളത്തിലാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ ഒരു 10 സംരംഭം എനിക്ക് പറയാൻ കഴിയും. ഇത് ഓരോന്ന് വലുതായി ഡെവലപ്പ് ചെയ്ത് പോകുന്നു, എണ്ണം വർദ്ധിക്കുന്നു. ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ കൂടുതൽ പുതിയ സംരംഭങ്ങൾ വരുന്നു. ഒരു തർക്കം വന്നത് ചിലത് ചെറുകിടയാണ്, ചിലത് കുറച്ചുകൂടെ മെച്ചമാണ് എന്ന രൂപത്തിലാണ്. ചെറുകിടയായാലും അവരെയും പരിഗണിക്കാനും അവരെയും സമൂഹത്തിലെ മത്സരത്തിൽ നിലനിർത്താനും ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലാണ്. അതുകൊണ്ട് ഇത് നല്ല ഗവൺമെന്റിന്റെ ഇടപെടൽ ശക്തമാണ്. പിന്നെ ഇവിടെ ചോദിച്ചതുപോലെ ഇതൊക്കെ വീണ്ടും പരിശോധിക്കുന്നുണ്ടോ, ഈ പ്രഖ്യാപനം മാത്രമാണോ എന്നൊരു ചോദ്യം ആദ്യം വന്നു. പക്ഷേ ഇവിടെ ഓരോ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. ബജറ്റിന്റെ എല്ലാ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ കൃത്യമായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിലാണ്. ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രകടന പത്രികയിൽ വരുന്ന കാര്യങ്ങൾ ഓരോ വർഷമുള്ള ബജറ്റിലടക്കം അത് പ്രതിഫലിക്കും. ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും പ്രതിഫലിക്കും. അത് ഓരോ വർഷവും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്, അത് ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അതിൽ അഭിപ്രായം പറയാം. ഇത്ര ഞങ്ങൾ പ്രഖ്യാപിച്ചു, അതിന് ഇന്ന ഇടപെടൽ ഞങ്ങൾ നടത്തി, ഇന്നത് ഞങ്ങൾ നടപ്പാക്കി, ഇന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. 9 തവണ ഇത്തരത്തിൽ പരിശോധിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്.